മോട്ടോർ സ്പോർട്ട് ഇപ്പോൾ ഭയങ്കര ജനകീയമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് അതൊരു ഹോബിയാണ്. വീക്കെൻഡിൽ ഒരു ഓഫ് റോഡിങ് പോവുക, അല്ലെങ്കിൽ ഒരു മോട്ടോർ സ്പോർട്ട് ഒരു ഒരു ട്രാക്കിലൂടെ ഡ്രൈവ് ചെയ്യുക എന്നൊക്കെ. ഒരു 40 ഇയേഴ്സ് ബാക്ക് അതൊന്നും അത്ര പോപ്പുലറും ആയിരുന്നില്ല. ഇന്ത്യൻസിന് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഈ മോട്ടോർ സ്പോർട്ടിനെ പോപ്പുലർ ആക്കിയ വാഹനങ്ങളിൽ ഒന്നിൻ്റെ കൂടെയാണ് ഇന്ന് ഞാൻ. മാരുതി ജിപ്സി. ഇത് ശരിക്കും പറഞ്ഞാൽ മോട്ടോർ സ്പോർട്ടിനെ ഒരു ജനകീയമായിട്ട് മാറ്റിയ ഒരു വാഹനമാണ്. ഇതോടൊപ്പം തന്നെ മാരുതിയുടെ തന്നെ 1000 എസ്റ്റീം ഇതൊക്കെ ആയിരുന്നു അന്ന് റാലി സ്പെക് കാർസ്. അതിന് മുമ്പൊരു ഇറ ഉണ്ടായിരുന്നത്, വേറെ നിവർത്തിയില്ലാഞ്ഞിട്ട് അംബാസഡറും ഫിയറ്റും വെച്ച് MRF റാലീസ് ഒക്കെ നടത്തുമായിരുന്നു. പക്ഷേ ഒരുപാട് പോപ്പുലർ ആക്കി മാറ്റിയ രണ്ട് വാഹനങ്ങളാണ് മാരുതി ജിപ്സിയും എസ്റ്റീമും. ജിപ്സി ഒരു മോട്ടോർ സ്പോർട്ട് വെഹിക്കിൾ മാത്രമല്ലായിരുന്നു, ഓഫ് റോഡിങ്ങിനും കൂടെ വളരെ പ്രയോജനമുള്ള ഒരു കാറായിരുന്നു. അന്ന് വരെയുള്ള ഓഫ് റോഡിങ്, അല്ലെങ്കിൽ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഓഫ് റോഡാണ്. ഈ പറമ്പിലൊക്കെ പോവുക, അങ്ങനെയൊക്കെയുള്ള പേർപ്പസിന് യൂസ് ചെയ്തിരുന്ന മഹീന്ദ്രയുടെ ഇൻ്റർനാഷണൽ ജീപ്സ് ആയിരുന്നു 3+1 റിവേഴ്സ് ഉണ്ടായിരുന്ന വാഹനങ്ങൾ. ഒരു സിവിലിയൻ സെഗ്മെൻറ്റിൽ കാർ അല്ലാതെ ഒരു പാസഞ്ചർ വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്തിരുന്ന വാഹനം മഹീന്ദ്രയുടെ ജീപ്പായിരുന്നു. ആ കാലത്താണ് മാരുതി ഇങ്ങനൊരു പ്രൊഡക്റ്റിനെ കൊണ്ടുവന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 5 ഗിയർ യൂട്ടിലിറ്റി വെഹിക്കിൾ ഇൻ ഇന്ത്യ എന്ന് പറയാം. അന്ന് വരെയുള്ള വാഹനങ്ങളെല്ലാം 3+1 റിവേഴ്സ് ആയിരുന്നു. വാഹനങ്ങളെല്ലാം എന്ന് പറയാൻ ഒന്നുമില്ല, മഹീന്ദ്രയുടെ ജീപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യകാലത്ത് ഒരു മലയാളിയുടെ നോമൻക്ലേച്ചർ ഇതിനെ ജിപ്സി എന്നല്ലായിരുന്നു വിളിച്ചിരുന്നത്, മാരുതിയുടെ ജീപ്പ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. കാര്യം മഹീന്ദ്രയുടെ ജീപ്പ് ഉണ്ടായിരുന്നു, അതിനൊരു റീപ്ലേസ്മെൻ്റ് എന്നുള്ള രീതിയിൽ മാരുതി പൊസിഷൻ ചെയ്ത ഒരു വെഹിക്കിളാണിത്. ഇത് ബ്രാൻഡ് ചെയ്ത് വളരെ അന്നത്തെ കാലത്ത് ഭയങ്കര എന്താ പറയുക, ജിപ്സി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചത് നാടോടി എന്നുള്ള രീതിയിലാണ്. ശരിക്കും ഏത് ടെറൈൻ വേണമെങ്കിലും കോൺകർ ചെയ്യാവുന്ന ഒരു വെഹിക്കിളാണ് ജിപ്സി. അപ്പോൾ അത് മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് മാരുതി അങ്ങനെ ബ്രാൻഡ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകതയല്ല, അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ഈ കാഞ്ഞിരപ്പള്ളി അച്ചായന്മാരെന്നൊക്കെ പറയുന്നവരൊക്കെ ആയിരുന്നു ഫിൽത്തി റിച്ച് ആയിട്ടുള്ളവർ. അവർക്ക് തോട്ടത്തിൽ പോകാനും ഒക്കെ ഒരു കാറുണ്ടാവും, അതോടൊപ്പം തന്നെ ഒരു ജീപ്പ് ഉണ്ടാവും. അപ്പോൾ ജീപ്പ് എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ജീപ്പായിരുന്നു. അപ്പോൾ അതിന് എന്താ പറയുക, കുറച്ച് പുതിയ പ്രൊഡക്ട്സ് ട്രൈ ചെയ്യുന്ന ഒരു ക്ലാസ് അച്ചായന്മാരുണ്ടായിരുന്നു. അവർ ജിപ്സി ട്രൈ ചെയ്തു. പക്ഷേ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് യൂസ്ഫുൾ ആയിട്ട് വന്നില്ല ഇവൻച്വലി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണ്. 10 കിലോമീറ്ററാണ് ഇതിൻ്റെ മൈലേജ്. അപ്പം 10 കിലോമീറ്റർ പെട്രോൾ വണ്ടിക്ക് 10 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ കാലത്ത് അത് എക്കണോമിക്കലി വയബിൾ അല്ലായിരുന്നു. കാര്യം മഹീന്ദ്രയുടെ ജീപ്പിനൊക്കെ 8ഉം 10ഉം ഒക്കെ മൈലേജ് ഉണ്ടായിരുന്നുള്ളെങ്കിലും അത് ഡീസലായിരുന്നു. അന്ന് ഡീസലിൻ്റെ വില 10 രൂപയുണ്ടായിരുന്നപ്പോൾ പെട്രോളിന് 20 രൂപയും 22 രൂപയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇങ്ങനെ എടുത്ത വാഹനങ്ങൾ പിന്നെ വിൽക്കാതെ ഇടുകയും അവരുടെ നെക്സ്റ്റ് ജനറേഷൻ യൂത്ത് വന്നപ്പോൾ അത് മോഡിഫൈ ചെയ്യുകയും അവരുടെ കോളേജ് ലൈഫിലും പിന്നെ ഏർലി ജോബേഴ്സ് ഒരു എന്തൂസിയാസം എന്നുള്ള രീതിയിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു വാഹനമാണ്. ഒരു 40 ഇയേഴ്സ് ബാക്ക് ഇന്ത്യൻ ആർമിയുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വെഹിക്കിളായിരുന്നു വില്ലീസ് ജീപ്പ്. വില്ലീസ് ജീപ്പ് എന്ന് പറയുന്നത് വില്ലീസിൻ്റെ ആ കാലത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇമ്പോർട്ട് ചെയ്ത ഒരു അമേരിക്കൻ വെഹിക്കിൾസ് ആയിരുന്നു. അതെല്ലാം പെട്രോൾ വെഹിക്കിൾസ് ആയിരുന്നു. ഈ കാശ്മീർ പോലെ ഇപ്പം അല്ലേ ലഡാക്കെല്ലാം പോപ്പുലർ ആയത്, ആ കാശ്മീർ പോലത്തെ ടെറൈനിൽ ഓക്സിജൻ ലെവൽസ് കുറവും ഭയങ്കര ഫ്രീസിങ് കോൾഡായിട്ടുള്ള ഒരു ടെറൈനിലൊക്കെ ഡീസൽ വെഹിക്കിൾസ് പെർഫോം ചെയ്യുന്നത് ലെസ്സായിരുന്നുകൊണ്ട് പെട്രോൾ വെഹിക്കിൾസ് തന്നെയായിരുന്നു. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അപ് ടു ഒരു 80s വരെ വില്ലീസ് ആയിരുന്നു അവിടെ പോപ്പുലറായി. വില്ലീസും ഉണ്ടായിരുന്നു. ട്രക്ക് സെഗ്മെൻറ്റിൽ ശക്തിമാനായിരുന്നു. ശക്തിമാൻ്റെ പെട്രോൾ വെഹിക്കിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഡീസലും ഉണ്ടായിരുന്നെങ്കിൽ പോലും. അപ്പോൾ അതിനൊരു റീപ്ലേസ്മെൻറ്റ് വന്നത് മാരുതി ജിപ്സിയാണ്. ഇപ്പോൾ പോലും മാരുതി കസ്റ്റം ചെയ്ത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി കുറച്ചു കാലം മുമ്പ് വരെ നിർമ്മിക്കുന്നുണ്ടായിരുന്നു ജിപ്സി. ജിപ്സിയുടെ പെർഫോമൻസ് ആ ഒരു ടെറൈനിൽ പിന്നെ കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസാണ്. നമ്മളിപ്പോൾ കാണാറുണ്ടല്ലോ, എന്താ കിങ് ഓൾട്ടോ എന്നൊക്കെ പറഞ്ഞ്
ലഡാക്കിലൊക്കെ കിങ് ഓൾട്ടോ കയറി പോകുന്നതായിട്ട്. എന്താണ് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, 1300cc പെട്രോൾ എഞ്ചിൻ വെച്ച ഇങ്ങനത്തെ ഒരു യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ത് പെർഫോമൻസ് ആയിരിക്കും എന്ന്. 1985 ജിപ്സി ഫസ്റ്റ് ജനറേഷൻ ലോഞ്ച് ചെയ്യുമ്പോൾ മാരുതി 1000ന്റെ സെയിം എഞ്ചിൻ ആയിരുന്നു. 997 998cc എഞ്ചിൻ ആയിരുന്നു. അത് കഴിഞ്ഞ് അപ്ഗ്രേഡ് ചെയ്തു. ഈ പർട്ടിക്കുലർ വെഹിക്കിൾ ഒരു 1300cc കാർബറേറ്റർ ആണ് ഇതിന് വരുന്നത്. ഇത് പക്ഷേ 5 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഇതിന് ശേഷം നെക്സ്റ്റ് ഒരു അപ്ഗ്രേഡ് വന്നപ്പം MBFI എഞ്ചിൻ ആയിട്ട് മാറി. അതും എസ്റ്റീമിനും MBFI എഞ്ചിൻ വന്നതാണല്ലോ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ ഒരു ജിപ്സിയുടെ ഓണറായ ജാനാണ്. ഹായ്, വെൽക്കം ജാൻ. ഈ വണ്ടിയെ പറ്റി ഒന്ന് പറയാമോ? എനിക്ക് വലിയ അറിവൊന്നുമില്ല ജിപ്സിയെ പറ്റി. ഇത് ഒരു ഹാർഡ് ടോപ്പ് ആണല്ലേ? ഹാർഡ് ടോപ്പ് ഒരുപാട് ഇറങ്ങിയിട്ടില്ല. മിലിറ്ററി സ്പെക് ആയിട്ടാണ് കൂടുതലും ഹാർഡ് ടോപ്പ് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഇത് എത്ര നാളായിട്ട് ഉപയോഗിക്കുന്നു? നിങ്ങൾ എന്താണ് ഇതിൽ ചെയ്ത മാറ്റങ്ങൾ എന്നൊക്കെ ഒന്ന് പറയാമോ? മാറ്റം വെച്ചാൽ ഫാദറിന്റെ കാലം തൊട്ട് വണ്ടിയുണ്ട്. ഇപ്പോ സ്നോർക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ട്, 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, 80 ടയേഴ്സ്, പിന്നെ നോർമൽ ബേസിക് ഓഫ് റോഡ് പോകുന്നതെല്ലാം ഉണ്ടല്ലേ? ഇത് കാർബറേറ്റർ ആണല്ലേ? കാർബറേറ്റർ എപ്പോഴും ഒരു മിസ്സിംഗ് വരുന്നു. ഉണ്ട്, ആ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. ഓഫ് റോഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഉണ്ടല്ലേ? നമുക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കാർബറേറ്റർ റീപ്ലേസ് ചെയ്യുക പെർഫോമൻസിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ ശരിക്കും? ഓഫ് റോഡ് ചെയ്യുമ്പോൾ പെർഫോമൻസിന് പ്രശ്നം വരുന്നുണ്ടോ? കമ്പാരിറ്റീവ്ലി MBFI വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസങ്ങളുണ്ട്. സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ് കാർബറേറ്ററിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. അതെ, പിന്നെ പ്ലസ് ഇപ്പൊ എത്തനോൾ ബേസ്ഡ് ആയിട്ടുള്ള പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒത്തിരി മോയ്സ്ചർ ആണ് അത് ഫ്യൂവലിൽ. അപ്പൊ ആ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ അതിന് കൂടപ്പുറപ്പും ആണല്ലേ? ഓക്കെ. അപ്പൊ ഇതിന് വേറെ എന്തെങ്കിലും മെയിൻ്റെനൻസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരാറുണ്ടോ? നോർമൽ മെയിൻ്റെനൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ട്രാക്ക് പോകുന്നതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ വണ്ടി കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പോകാറുണ്ടോ നിങ്ങൾ? ഏതെങ്കിലും ക്ലബ്സുമായിട്ട് അസോസിയേറ്റഡ്? നമുക്ക് തന്നെ ക്ലബ് ഉണ്ട്, വണ്ടിക്കൂട്ടം എന്ന് പറഞ്ഞ. വണ്ടിക്കൂട്ടം അത് എന്താണ്? ഓഫ് റോഡ്? ഓഫ് റോഡ് വെച്ചാൽ എല്ലാം, ഓഫ് റോഡും എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഈ വണ്ടിക്കൂട്ടത്തിലുള്ളവരായിട്ടാണോ പോകാറുള്ളത്? അതെ. ഈ ഒരു ട്രാക്ക് ശരിക്കും നിങ്ങൾ ഇങ്ങനെ ഒത്തുകൂടുന്നതാണോ? ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ട്രാക്സ് ആണ്. ആണല്ലേ? ഉറുമ്പിക്കരയും ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് പോകുന്നതാണ്. ഉറുമ്പിക്കരയൊക്കെ പോകാറുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാനുണ്ടോ? എക്സ്പീരിയൻസ് വെച്ചാൽ ജിപ്സി ഭയങ്കര കേപ്പബിൾ ആണ്. ബാക്കി വണ്ടികൾ വെച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ 4-5 ജിമ്മിനികളുണ്ടാവും, ഒരു താറും വണ്ടികളും മേജറൊക്കെ ഉണ്ടാവാറുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ജിപ്സി പല ടെറൈനിലും ഭയങ്കര കേപ്പബിൾ ആണ്. അപ്പൊ ഈ കമ്പയർ ടു താർ, ഇപ്പൊ ന്യൂ ജനറേഷൻ ആണല്ലേ താറും ജിമ്നി. ഇപ്പൊ ഉള്ള യങ്സ്റ്റേഴ്സ് ഓഫ് റോഡ് ശരിക്കും പാഷനേറ്റ് ആയിട്ടുള്ളവരുടെ ഒരു ഫേവറേറ്റ് വെഹിക്കിൾസ് ആണ് ജിമ്നിയും താറും. അപ്പൊ അവിടെ അതിനേക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആണ് ജിപ്സി എന്ന് പറയുന്നത് അല്ലേ? അതെ, എന്റെ പോയിന്റ് ഓഫ് വ്യൂല് ജിപ്സി ആണ്. അതിന് കാരണം എന്താണ്? അത് നിങ്ങൾക്ക് ജിപ്സി ഉള്ളതുകൊണ്ട് പറയുന്നതാണോ? അല്ല, കേപ്പബിലിറ്റി തന്നെയാണ്. വെച്ചാൽ താറോ ജിമ്മിയോ കയറി പോകാത്ത പല ടെറൈൻസിലും ജിപ്സി സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ ഉണ്ടായ സിറ്റുവേഷൻസ് ഉണ്ട്. 1000cc എഞ്ചിൻ മേറ്റഡ് ടു 4 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആയിരുന്നു. അതിൽ പിന്നെ ഒരു അപ്ഗ്രേഡ് വന്നതാണെന്ന് തോന്നുന്നു ഈ വാഹനം അല്ലെ? 1300cc 5 സ്പീഡ് ഗിയർ ബോക്സ്. അത് കഴിഞ്ഞ് ഇതിന്റെ നെക്സ്റ്റ് ഒരു അപ്ഗ്രേഡ് വന്നതാണ് MBFI അല്ലേ? അത് കഴിഞ്ഞ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആ ജിപ്സിക്ക് പറഞ്ഞിരുന്ന ആ ഒരു കോഡ് MG410 എന്നായിരുന്നു. MG എന്ന് പറഞ്ഞാൽ മാരുതി ജിപ്സി എന്നുള്ളതാണ് അല്ലേ? 410 W. അത് മെയിൻലി യൂസ് ചെയ്യുന്നത് MBFI എഞ്ചിൻസ് ആയിരുന്നു. അതെ അതെ. ഇതിനും അതുപോലെ എന്തെങ്കിലും ഒരു കോഡ് ഉണ്ടായിരിക്കും അല്ലേ? അതിന് മുമ്പുള്ള ഉണ്ടായിരിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു സ്റ്റൈലിഷ് വെഹിക്കിൾ ആണോ എന്ന് ചോദിച്ചാൽ സ്റ്റൈലിഷ് അല്ല. പക്ഷെ ഒരു 30 years ബാക്ക് ഒരു യൂത്ത് ഐക്കൺ ആയിരുന്നു ഈ വാഹനം. ഓൾഡ് സ്കൂൾ വെഹിക്കിൾ, ഇത് എനിക്ക് പറ്റുന്നതല്ല അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? ഇല്ല, ഇതിപ്പോ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴാണെങ്കിലും റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ആണല്ലേ? ഇപ്പോൾ നമ്മളൊരു ജിപ്സിയോ അറ്റൻഷൻ സീക്കിംഗ് ആണോ ശരിക്കും? അതെ, ഉറപ്പായിട്ടും. ജിമ്മിനി താറ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ജിപ്സി ആയിട്ട് പോകുമ്പോൾ 4 പേര് നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉറപ്പായിട്ടും. ഓഫ് റോഡ് കേപ്പബിലിറ്റി മാത്രമല്ല, ആ ഒരു റാലി സ്പെക്ക് അല്ലെങ്കിൽ മോട്ടോർ സ്പോർട്ടിന് കുറച്ചുകൂടെ കേപ്പബിൾ ആണെന്ന് തെളിയിക്കുന്ന മറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ കാലത്തെ മഹീന്ദ്ര ജീപ്സ് അല്ലെങ്കിൽ MM540 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു സ്റ്റെബിലൈസർ റോഡൊന്നുമില്ല. അത് ഒരു ഡ്രിഫ്റ്റ് ചെയ്യാനോ നമ്മൾ കയ്യിൽ നിന്ന് പോകും, വാഹനം കയ്യിൽ നിൽക്കില്ല. ഇതിനൊരു സ്റ്റെബിലൈസർ റോഡുണ്ട്. ഇത് ഷാക്കിൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്.
അപ്പം എന്താ ഇതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടത്തെ വാഹനങ്ങൾ ഈ സ്റ്റെബിലൈസർ റോഡ് ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടയർ റൈറ്റിലോട്ട് പോകുമ്പോൾ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് സൈമൾട്ടേനിയസ് ആയിട്ട് ലെഫ്റ്റും തിരിയാത്തതുകൊണ്ട് നമ്മുടെ കയ്യിൽ വാഹനം നിൽക്കില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് സ്റ്റെബിലൈസർ റോഡ് ഉള്ളതുകൊണ്ട് രണ്ടും ഒരേപോലെ തന്നെ സ്റ്റിയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ കേപ്പബിൾ ആണ് ആ മോട്ടോർ സ്പോർട്ട് ആസ്പെക്റ്റിലും ഓഫ് റോഡിങ്ങിനാണെങ്കിലും. ഇത് ശരിക്കും ടോക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡിങ് അല്ലായിരുന്നു ജിപ്സിക്ക് ചെയ്യുന്നത്, പവർ തന്നെയായിരുന്നു. അപ്പം പവർ ലോ ഗിയറിൽ ഹയർ RPM കൊടുത്തായിരുന്നു ഈ വാഹനം കേപ്പബിൾ ആക്കുന്നത്. ചെറിയ ഓഫ് റോഡിങ് ആണെങ്കിലും വലിയ ഓഫ് റോഡ് ആണെങ്കിലും. അന്നത്തെ കാലത്ത് ഇത് ടെസ്റ്റ് ചെയ്തിരുന്നത് ഥാർ ഡെസേർട്ടിൽ മഹീന്ദ്ര ജീപ്സ് 540 ഒന്നും പെർഫോം ചെയ്യില്ലായിരുന്നു. കാര്യം ഡ്യൂൺസിൽ അത് പുതഞ്ഞ് താന്നു പോകുമായിരുന്നു. ജിപ്സി വെയിറ്റ് കുറവായിരുന്നുകൊണ്ടും ഈ ഒരു കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ടും നന്നായിട്ട് പെർഫോം ചെയ്യുമായിരുന്നു. ചില വാഹനങ്ങളെ ഐക്കോണിക് ആക്കുന്നത് അതിൻ്റെ ക്യാരക്ടേഴ്സാണ് അല്ലേ? ഇപ്പം ഓഫ് റോഡ് വെഹിക്കിൾസ് ഇന്ത്യയിൽ ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷേ ജിപ്സിക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ടെന്ന് കരുതുന്നവർ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളൊരു ജിപ്സി എന്തൂസിയസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിംഗ്.